എം.എൽ.എയിലേക്ക് സുസലാം കെ മുരളീധരൻ സംസാരിക്കുന്നത് കണ്ടു. തൊട്ടുപിന്നാലെ കെ സുധാകരൻ എന്ന KPCC പ്രസിഡന്റ് സംസാരിക്കുന്നത് താങ്കൾ കേട്ടു. അതുപോലെ മുൻ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ സംസാരിക്കുന്നത് കേട്ടു. ഏറ്റവും ഒടുവിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറയുന്നതും കേട്ടു. എന്താണ് യഥാർത്ഥത്തിൽ ഇവർ പറയാൻ ശ്രമിക്കുന്നത്? ഒരു പൊതു നിലപാട് അവർക്കുണ്ടോ? നേതാക്കൾ പറയുന്നത് ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ആ നിലയിൽ ഒരു നിലപാട് പറയാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ടോ? ഇന്നത്തെ ഈ നേതാക്കളുടെ പ്രതികരണമാകെ കാണുമ്പോൾ, വിലയിരുത്തുമ്പോൾ MLAക്ക് എന്ത് തോന്നുന്നു? ശരത്, ജനങ്ങൾക്ക് മനസ്സിലാവുന്നതിൽ മാത്രമല്ല, നേതാക്കൾ പറയുന്ന നേതാക്കന്മാർക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് എന്ന നിലയിലാണ് കാര്യങ്ങൾ വരുന്നത്. നമ്മൾ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരം കാര്യത്തെ അമിതമായി തെറ്റായി പ്രതീക്ഷിക്കുന്നതിലാണ് തെറ്റ് എന്നെനിക്ക് തോന്നുന്നു. കുറച്ചാളുകളെങ്കിലും കോൺഗ്രസ്സിൽ എന്തോ പ്രതീക്ഷ വയ്ക്കുന്നു, മതനിരപേക്ഷത സംരക്ഷിക്കാൻ നിൽക്കാൻ ഒരു ത്രാണിയുണ്ട്. എന്നാലും കുറച്ച് പേരെങ്കിലും ഇപ്പോൾ കോൺഗ്രസ്സെക്കുറിച്ച് വിചാരിച്ച് കൂട്ടരെ കാണാൻ പറ്റും. പക്ഷെ ആ ഒരു ചെറിയ പ്രതീക്ഷ ഉൾപ്പെടെ വെക്കേണ്ടതില്ല ഞങ്ങളെക്കുറിച്ച് എന്ന് രാജ്യത്തോട് പരസ്യമായി പ്രഖ്യാപിക്കുന്ന നിലയിലാണ് ഈ പ്രശ്നത്തിൽ ഇപ്പോൾ കോൺഗ്രസ് ഇങ്ങനെ തപ്പി കളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇത് ഇന്നുണ്ടായൊരു പ്രശ്നമായി മാത്രം കണക്കാക്കേണ്ടതില്ല. അടിസ്ഥാനപരമായി ഇപ്പോൾ ക്ഷേത്ര നിർമ്മാണം, അതിൻ്റെ പ്രതിഷ്ഠ, ആ തർക്കഭൂമി, അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള നാളുവഴികളൊക്കെ നോക്കിയാൽ ഇന്ത്യയിലെ കോൺഗ്രസ് തന്നെ നെഹ്റുവിൻ്റെ കാലത്തുനിന്ന് ഇങ്ങോട്ട് സഞ്ചരിക്കുമ്പോൾ ആ സഞ്ചാര വഴികളിൽ എത്രത്തോളം വഴുതുമാറി ഒരു പ്രത്യേക പോയിന്റിലേക്ക് എത്തപ്പെട്ടു എന്നുള്ളതാണ് ഈ തർക്കഭൂമിയുടെ കേസുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ തന്നെ കാണുന്ന കാഴ്ച അങ്ങനെയാണ്. ഏറ്റവും അവസാനത്തെ വിധിയിലേക്ക് എത്തപ്പെടുന്ന ഇടം വരെ ഓരോ സന്ദർഭത്തിലും കോൺഗ്രസിൻ്റെ റോൾ എന്താണ്? അത് രാജീവ് ഗാന്ധിയുടെ സന്ദർഭത്തിലെ അത് തുറന്നു കൊടുക്കുന്ന സന്ദർഭം തൊട്ട് നോക്കിയാൽ കാണാൻ പറ്റും. ശിലാന്യാസ സമയം നോക്കിയാൽ കാണാൻ കഴിയും. ഏറ്റവും അവസാനം നരസിംഹറാവു പ്രധാനമന്ത്രി ആയിരിക്കുന്ന 92-ൽ ബാബരി മസ്ജിദ് അത് പൊളിച്ചു കളയുന്ന സന്ദർഭം വരെയുള്ള ഓരോ സന്ദർഭത്തിലും ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ ഭരണാധികാരികളുടെ റോഡ് കൃത്യമായി നമുക്കിതിനകത്ത് കാണാൻ കഴിയും. അവിടെ നിന്നിങ്ങോട്ട് രാജ്യത്തിൻ്റെ ഭരണാധികാര സ്ഥാനത്തേക്ക് BJP എത്തപ്പെട്ടതിന് ശേഷമുള്ള കോൺഗ്രസ് എടുക്കുന്ന നിലപാട് കൂടി നോക്കണം. ആ നിലപാട് രാജ്യത്തെ കടുത്ത വർഗീയത പറയുന്ന BJPയെ തോൽപ്പിക്കാൻ, അതിൻ്റെ പകരം, അതിൻ്റെ ബദൽ അവരെ തോൽപ്പിക്കാനുള്ള ഞങ്ങൾ എന്ന് പറയുന്ന കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാട് രാജ്യത്തിൻ്റെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ച്, ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ നേരിടുന്നു എന്നല്ല. പല സംസ്ഥാനത്തെ ഇലക്ഷൻ്റെ ചരിത്രം നോക്കിയാൽ കാണാം. പകരം സ്വീകരിക്കുന്ന നിലപാടെന്ന് പറയുന്നത് BJPയും RSSും കടുത്ത വർഗീയത പറയുമ്പോൾ അല്പം കൂടി കുറഞ്ഞ വർഗീയത ഞങ്ങൾ പറയുന്നു. അങ്ങനെ അവരെ തോൽപ്പിക്കാൻ പറ്റുമോ നോക്കുന്ന രീതി അവലംബിക്കപ്പെടുന്നു രാജ്യത്തെ കോൺഗ്രസ് എന്നുള്ളതാണ് കാണാൻ പറ്റുന്ന കാര്യം. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് മാത്രം ഈ നിലപാടിനെ കണ്ടാൽ മതി. അതുകൊണ്ടാണ് അവർക്ക് ഉറച്ച നിലപാട് പറയാൻ പറ്റാത്തത്. ഇപ്പോൾ CPM നിലപാട് വ്യക്തമായി പറഞ്ഞില്ലേ? ആ നിലപാട് ഞങ്ങൾക്ക് അടിസ്ഥാനപരമായ നിലപാടുള്ളത് കൊണ്ടാണ് പറയാൻ പറ്റുന്നത്. അതിന് പ്രത്യേകം പോയി കമ്മിറ്റി കൂടേണ്ട കാര്യമില്ല. ആ വിഷയത്തിൽ ഞങ്ങൾ നിലപാട് കൃത്യമായിട്ടുണ്ട്. ആ നിലപാട് ഞങ്ങളുടെ പാർട്ടി പരിപാടിയിൽ തന്നെ അധിഷ്ഠിതമായ നിലപാടാണ്. വെറുതെ ഒരു നിലപാട് പറഞ്ഞതല്ല. ശരി, CPM പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ മാർഗരേഖയായ പാർട്ടി പരിപാടി ഉള്ളടക്കത്തിന് കൃത്യമായ നിലപാടുണ്ട് ഇത്തരം കാര്യത്തിൽ. അവിടെ നിന്നുകൊണ്ടാണ് പാർട്ടി ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരി വ്യക്തതയോടുകൂടി ആർക്കും അവ്യക്തയില്ലാത്ത മട്ടിൽ കൃത്യമായ നിലപാട് ഇക്കാര്യത്തിൽ പറഞ്ഞത്. കോൺഗ്രസിന് പറയാനാവാത്തത് മതനിരപേക്ഷതയിൽ വെള്ളം ചേർക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നുള്ളതുകൊണ്ടാണ് CPM നിലപാട് പറയാൻ പറ്റുന്നത്. ഒരു തരത്തിലും വെള്ളം ചേർക്കാത്ത പാർട്ടിയാണ് CPM എന്നുള്ളത് കൊണ്ട് കൂടിയാണ്.